യമൻ തലസ്ഥാനമായ സനയിൽ വ്യോമാക്രമണ പരമ്പരയ്ക്ക് ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഹൂതി വിമത സംഘം അവസാനിപ്പിക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും ട്രംപ് പറഞ്ഞു. നിയന്ത്രണങ്ങളിലുള്ള പ്രദേശങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരം തുടർച്ചയായി സ്ഫോടനങ്ങൾ നടന്നതായി ഹൂതികൾ സ്ഥിരീകരിച്ചു. സനയുടെ വടക്കൻ ജില്ലയായ ഷൗബിലെ ഒരു ജനവാസ മേഖലയിലാണ് US ആക്രമണം നടത്തിയതെന്ന് മാധ്യമ വിഭാഗം അറിയിച്ചു. വിശാലമായ സൈനിക സൗകര്യം ഉൾപ്പെടുന്ന സന വിമാനത്താവള സമുച്ചയത്തിന് സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. US ആക്രമണങ്ങളിൽ 31 പേർ കൊല്ലപ്പെടുകയും 101 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് റിപ്പോർട്ട്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് അനീസ് അൽ അസ്ബാഹി അറിയിച്ചു. സാദയിലെ ദഹ്യാൻ പട്ടണത്തിലെ വൈദ്യുത നിലയം വ്യോമാക്രമണത്തിൽ തകർന്നതോടെ പ്രദേശത്തേക്കുള്ള വൈദ്യുതി തടസ്സപ്പെട്ടതായി പ്രാദേശിക വാർത്താ ചാനലായ അൽ മസിര TV റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ വ്യോമ നാവിക ആസ്തികളെ സംരക്ഷിക്കുന്നതിനും ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഹൂതി താവളങ്ങളെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമെന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരുന്നു. ലോകത്തിലെ ജലപാതകളിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ വാണിജ്യ നാവിക കപ്പലുകളെ തടയാൻ ഒരു തീവ്രവാദ ശക്തിക്കും കഴിയില്ലെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഇറാൻ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.